ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ കുറേ നേരമായിട്ടൊരു വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് എടുക്കാൻ നോക്കുക, എന്നെക്കൊണ്ട് പറ്റുന്നില്ല. അപ്പം എത്ര വയസ്സായെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല, ഞാൻ പിന്നെ പറയാം. ഇന്ന് പറയരുതെന്നല്ലേ പറയുന്നത്, അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് അപ്പച്ചനെ കേട്ടോ. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് കേക്ക് ആയിട്ട് ആദ്യം വരുന്നത് അപ്പച്ചനായിരിക്കും. അപ്പോൾ എനിക്ക് അപ്പച്ചനില്ലാത്ത ആദ്യത്തെ ഒരു ബർത്ത്ഡേ കേട്ടോ. കാരണം പണ്ട് മുതലേ അപ്പച്ചൻ എങ്ങനെയെങ്കിലുമൊക്കെ പൈസയൊക്കെ റെഡിയാക്കി കേക്കുമായിട്ട് വരുമായിരുന്നു. അപ്പോൾ എനിക്കിപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പം ആദ്യം അതാണ് ഓർമ്മ വന്നത്. ഞാൻ ആദ്യം പ്രാർത്ഥിച്ചതും അപ്പച്ചന് വേണ്ടിയിട്ടാണ്. എന്നിട്ടാണ് പിന്നെ ഞാൻ ബാക്കി കാര്യങ്ങൾ ഓർത്തത് തന്നെ. അപ്പം അപ്പച്ചനില്ല. അപ്പം ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് വെച്ച് ഞാനൊരു തട്ടിക്കൂട്ടി വ്ലോഗ് എടുക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാര്യങ്ങളൊക്കെ കാണാൻ എനിക്കിങ്ങനെ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കി എൻ്റെ സ്റ്റോറീസ്, അതായത് എൻ്റെ ബർത്ത്ഡേയിലെ എൻ്റെ ഓർമ്മകൾ ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല കേട്ടോ. അച്ഛൻ സർപ്രൈസായിട്ട് കേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കേക്ക് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിപ്പം ഈ ഷുഗർ ക്രേവിങ്സ് ഒട്ടും തന്നെ ഇല്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഈ കേക്കെല്ലാം കൂടി ഇനി എന്ത് ചെയ്യുമോ. അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. നമ്മൾ 2 കേക്കും കട്ട് ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി വീട്ടിലൊരു കേക്ക് വാങ്ങിച്ചു. പിന്നെ അച്ഛൻ സർപ്രൈസായിട്ടും കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ ആയപ്പോഴത്തേന് എന്താ പറയുക, രണ്ടും മുറിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ 2 കേക്കും മുറിക്കുകയാണ് കേട്ടോ. അപ്പം എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഓർമ്മ വരുന്നത് എൻ്റെ കല്യാണത്തിന് മുന്നേ ഉള്ള കാര്യങ്ങളാണ് കേട്ടോ. കാരണം ഞാനിപ്പോൾ മമ്മി കൂടെ ഉള്ളതുകൊണ്ടാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ കല്യാണത്തിന് മുന്നത്തെ കാര്യങ്ങളാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ഞാൻ ഒരു 5-6 മാസം മുന്നേ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കും എൻ്റെ ബർത്ത്ഡേ ആണ്, എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്ന്. പക്ഷെ അന്നത്തെ ഒരു ഇതൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം പ്രായം കൂടുന്തോറും നമുക്ക് മെച്യൂരിറ്റി വരുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും ബർത്ത്ഡേക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ അപ്പച്ചൻ കേക്കുമായിട്ട് വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇങ്ങനെ നമുക്ക് അതൊരു മെമ്മറിയിൽ കിടപ്പുണ്ട്. അതുപോലെ തന്നെ എന്നെ എപ്പോഴും എൻ്റെ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എന്നെ ആദ്യം വിഷ് ചെയ്യുന്നതും ആൻറ്റിയാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ അനിയത്തി. പക്ഷേ ഇപ്പം ഇവിടെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും, നമ്മുടെ വീട്ടിലായതുകൊണ്ടായിരിക്കും എനിക്ക് അതൊക്കെ കേട്ടോ കൂടുതലും ഓർമ്മ വരുന്നത്. ഇന്നും ഇത്തവണ അങ്ങനെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിലൊന്ന് പോയി പ്രാർത്ഥിച്ചു. ദൈവത്തിന് ഇത്രയും നാളും ആയുസ്സ് തന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. പിന്നെ നേർച്ചയിട്ടു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കടയിലൊക്കെ പോയി അതെല്ലാം വാങ്ങിച്ചു, സെറ്റായി. ഇന്ന് നമ്മൾ വീട്ടിൽ വന്നിട്ട് പായസം വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റെസിപ്പി ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. പക്ഷേ എന്താണ്, നമ്മുടെ ബർത്ത്ഡേക്ക് പായസം ഉണ്ടാക്കുക, കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും സന്തോഷമുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് നമുക്കും. നമ്മളെ എല്ലാവരും ഒരു പരിഗണിക്കുന്ന ഡേ എന്നൊക്കെയല്ലേ പറയാറ്. പക്ഷേ പഴയതുപോലെ അത്ര ഒരു ഇതില്ല കേട്ടോ. എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെയൊന്നും അല്ല. പണ്ട് നമുക്ക് ചെറുപ്പത്തിൽ പിള്ളേരായിരിക്കുമ്പോൾ ഭയങ്കര ത്രില്ലല്ലേ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ. ഇപ്പം അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് കേക്ക് മുറിക്കുക, അല്ലെങ്കിൽ പായസം വെക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇപ്പോൾ പായസം വെക്കുക എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എങ്കിലും നമ്മളുടെ വീട്ടിൽ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ള രീതിയാട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പം ആദ്യം ഷുഗർ ക്യാരമലൈസ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി പ്രിപ്പറേഷൻസ്. ഇതിനിടയ്ക്ക് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, പണ്ട് മമ്മി ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോഴത്തേനും ഞങ്ങളുടെ ബർത്ത്ഡേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഡ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെൻറ്റ്സ്, ഗോൾഡിൻ്റെ ആണെങ്കിലും ചെറുതാണെങ്കിലും ഞങ്ങൾക്ക് കൊച്ചിലെ വാങ്ങിച്ചു തരുമായിരുന്നു കേട്ടോ. മമ്മിയുടെ ഏണിങ്സിൽ നിൽക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് പ്രശ്നം വന്നാലും ആദ്യം വഴക്ക് പിടിക്കുന്നത് മമ്മിയോടാണ് കേട്ടോ. അത് പക്ഷേ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതോ ഞാൻ മാത്രമാണോ
അങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ, താഴെ കമൻറ്റ് ചെയ്യണം. ഞാൻ എൻ്റെ എന്ത് ഫ്രസ്ട്രേഷൻ വന്നാലും ഞാൻ ആദ്യം മമ്മിയുടെ അടുക്കലായിരിക്കും തീർക്കുന്നത്. കാരണം നമുക്ക് അത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ടായിരിക്കാം മേ ബി, അതോ എന്താ കാരണമെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് എന്ത് ദേഷ്യം വന്നാലും ഞാനത് മമ്മിയുടെ അടുക്കലായിട്ട് തീർക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നെങ്കിലും അത് പറഞ്ഞില്ല, കാരണം മമ്മി ഈ വീഡിയോ ഉറപ്പായിട്ടും കാണും. എൻ്റെ എല്ലാ വീഡിയോയുടെ ഫസ്റ്റ് വ്യൂവറും ഫസ്റ്റ് ലൈക്ക് ചെയ്യുന്നതും എൻ്റെ മമ്മിയായിരിക്കും. കാരണം എനിക്ക് യൂട്യൂബൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എത്രത്തോളം ഇഷ്ടമാണെന്നുള്ളത് മമ്മിക്ക് അറിയാം. എൻ്റെ എന്ത് കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യും. അതായത് നല്ല കാര്യങ്ങളാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, മോശം കാര്യങ്ങൾക്കൊന്നുമില്ല. മമ്മി ഞങ്ങൾ നന്നായിട്ട് അടിതന്നാണ് വളർത്തിയത്. മമ്മിയും അതെ, പപ്പയും അതെ, എല്ലാവരും അതെ. പിന്നെ എനിക്ക് പപ്പയുടെ വീട്ടിൽ ഞാൻ ഏറ്റവും ഇളയ കുട്ടിയും മമ്മിയുടെ വീട്ടിൽ ഞാൻ മൂത്ത കുട്ടിയുടെ ഗണത്തിലാണ്. അതായത് എൻ്റെ ചേച്ചിയാണ് ഏറ്റവും മൂത്തത്. മമ്മിയുടെ ഇവിടെ പപ്പയുടെ വീട്ടിൽ ഞാനാണ് ഏറ്റവും ഇളയത്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും ആ ഒരു പാമ്പറിങ് മോഡ് മാറിയിട്ടില്ല. ഞാനല്ലേ ഇളയത് എന്നുള്ളൊരു പരിഗണന ഇതുവരെ മാറിയിട്ടില്ല. പക്ഷെ അതൊക്കെ കഴിയേണ്ട സമയമായി. പക്ഷെ മനസ്സുകൊണ്ട് ഇപ്പോഴും നമ്മൾ കുട്ടികളാണെന്ന് പറയത്തില്ല, അതുപോലൊരു കാര്യം. അതാണ് എൻ്റെ മനസ്സിൽ കേട്ടോ. ഞാനല്ലേ ചെറുതെന്നുള്ള പരിഗണന. എന്നിലും ചെറിയത് ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ വന്നു. പക്ഷെ മനസ്സുകൊണ്ട് നമ്മളിപ്പോഴും ഞാൻ ഭയങ്കരമായിട്ട് ചൈൽഡിഷ് ആട്ടോ എൻ്റെ സ്വഭാവം. അത് ചിലപ്പോഴൊക്കെ നന്നാറുണ്ട്, എന്ന് വെച്ചാൽ നന്നായി ഭവിക്കാറുണ്ട്, ചിലപ്പം ചീത്തയായിട്ട് ഭവിക്കാറുണ്ട്. അപ്പോൾ പറഞ്ഞിരുന്ന് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് റെസിപ്പി പറയാത്തത്. ഈ ഒരു ദിവസം എനിക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പഴയ കുറേ മെമ്മറീസാണ് ഇതുവരെ പറഞ്ഞത്. റെസിപ്പി ഞാൻ ജസ്റ്റ്, എനിക്ക് ഡയറക്റ്റ് ക്യാമറയിൽ നോക്കി സംസാരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റെസിപ്പി ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. അല്ലാണ്ട് ഞാൻ ഇന്ന് ഭക്ഷണം കഴിച്ചതോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. പിന്നെ ഈ വ്ലോഗ് എപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ ഈ ആഴ്ച എൻ്റെ ആയിരിക്കും. അപ്പം അതുവരെ നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അതായത് മനസ്സിലാക്കുക, ഞാനിത് മാർച്ച് 3 എടുത്താണ്. അന്നാണ് എൻ്റെ ബർത്ത്ഡേ. അന്നാണെന്ന് വെച്ചാൽ ഇന്നാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമ്മുടെ പായസം റെഡിയായി. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഒരുപാട് മധുരമൊന്നും ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമായി. പായസം കുടിച്ചപ്പോൾ എനിക്ക് അത്ര മട്ടിപ്പ് തോന്നിയില്ല, പക്ഷെ കേക്ക് പെട്ടെന്ന് മട്ടിച്ചു കേട്ടോ. അപ്പം നമ്മൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എനിക്ക് കിട്ടിയ കുഞ്ഞ് 2 ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഒന്ന് ഇതാണ് കേട്ടോ, ഈ മൂക്കുത്തി. എങ്ങനെയുണ്ട്, നല്ലതല്ലേ? എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. രണ്ടാമത്താണ് ഈ പെൻഡൻറ്റ്. ഇതെന്നോട് 1-2 പേര് ചോദിച്ചു, കാരണം ഇതെടുത്തിട്ട് 1 മാസത്തോളമായി. നേരത്തെ കിട്ടി ഗിഫ്റ്റ്. അപ്പോൾ എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാന്ന്. ഇത് ജോസ്കോയിലെ കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. ഇത്രയും കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് നടന്നു. അപ്പോൾ ഈ ഗിഫ്റ്റ് തന്ന മമ്മിക്ക് സ്പെഷ്യൽ താങ്ക്സ്. അങ്ങനെയല്ല കേട്ടോ, ഇത്രയും വിലയല്ലേ ഗോൾഡിന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഞാനൊരു ഞാൻ പറയാണ്ട് തന്നെ മമ്മി എനിക്ക് വാങ്ങിച്ചു തരികയും ചെയ്തു. അപ്പം ഒരുപാട് താങ്ക്സ് മമ്മിക്ക്. കാരണം എന്താ പറയുക, നമ്മുടെ ലൈഫിൽ നമുക്ക് എപ്പോഴും കൂട്ടായിട്ട് അല്ല താങ്ങായിട്ട് ഉണ്ടാകാമെന്ന് വെച്ചാൽ നമ്മുടെ അമ്മമാരാണ്. പ്രത്യേകിച്ച് ഈ ജന്മദിനത്തിൽ ഞാൻ മമ്മിയെ മമ്മിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. പിന്നെന്താ പറയാന്ന് വെച്ചാൽ, സർപ്രൈസായിട്ട് അച്ഛ കേക്ക് സെറ്റാക്കിയിട്ടുണ്ടായത്. അപ്പം 2 കേക്ക് നമ്മൾ കട്ട് ചെയ്തു. അപ്പം ഞാനൊരു 100 വട്ടം പറഞ്ഞതാണ് എനിക്ക് കേക്ക് വേണ്ടാന്ന്. കാരണം ഞാനിപ്പോൾ ഡയറ്റിലാണ്, എനിക്ക് ഒത്തിരി മധുരം കഴിക്കാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ കഴിക്കാണ്ടിരുന്നിട്ട് എനിക്ക് മധുരം കഴിക്കാനേ പറ്റുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, എനിക്ക് അച്ഛൻ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരെ എൻ്റെ ബർത്ത്ഡേക്ക് ലീവ് എടുത്ത് ഞങ്ങൾ 2 പേരുടെ കറങ്ങാൻ പോയതാണ്. അപ്പോൾ എനിക്കതെല്ലാം ഓർക്കുമ്പോൾ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, സാഹചര്യം അനുസരിച്ചല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അച്ഛയില്ലാത്തതുകൊണ്ടുള്ളൊരു ബുദ്ധിമുട്ട്, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. ഒരു കുട്ടി ബർത്ത്ഡേ ആണ്. ഇപ്പം അങ്ങനെ ബർത്ത്ഡേ എന്നൊന്നും നമുക്കില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ പണ്ടായിരുന്നെങ്കിൽ
ഞാൻ ഒരു മാസം മുന്നേ എല്ലാവരോടും കൊട്ടിഘോഷിക്കും, നാളെ അടുത്ത ദിവസം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്, അടുത്ത ദിവസം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ, അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ ചിരി വരും. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളത് നമ്മുടെ കുട്ടി ബർത്ത്ഡേ ആഘോഷങ്ങൾ. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടും സെക്യൂറായിട്ടും ഇരിക്കുക. ബൈ.